മാർച്ച് 8 ലോക വനിതാ ദിനം. ഞാൻ കേണൽ രാജീവ് മണാലി, കോട്ടയത്തുള്ള SCT ഹോസ്പിറ്റലിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ്. വനിതാ ദിനം വളരെ കാര്യമായിട്ട് തന്നെ നമ്മൾ മിക്കയിടത്തും ആചരിക്കുന്നതായിട്ട് കാണാം. അത് ഒരു വളരെ നല്ല സംഗതിയാണ്. ഞാൻ ഒരു പൂർവ്വ സൈനികൻ എന്ന നിലയിൽ വളരെ കാര്യമായിട്ട് വനിതകളെ സൈനിക് സ്കൂൾ തുടങ്ങി അങ്ങോട്ട് നാഷണൽ ഡിഫൻസ് അക്കാഡമിയിലും ബാക്കിയുള്ള ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലും 3 സർവീസസിലും ആർമിയിലും നേവിയിലും എയർഫോഴ്സിലുമൊക്കെ ഇൻഡക്റ്റ് ചെയ്യുന്ന കാഴ്ച വളരെ കൗതുകത്തോടെ നോക്കിക്കണ്ടത്. അതിൽ ചിലയിടങ്ങളിൽ സുപ്രീം കോടതിയുടെ ഡിസിഷനും ഉണ്ടായിരുന്നു ഈ മാറ്റത്തിന് ഒരു വേഗത ആക്കം കൂട്ടാൻ വേണ്ടി. കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മുടെ ലോക്സഭ, നിയമസഭ തുടങ്ങിയ ലെജിസ്ലേറ്റീവ് അസംബ്ലീസിൽ വനിതകളുടെ സ്ട്രെങ്ത് കൂട്ടണമെന്നും അത് ആ മിനിമം ഓപ്റ്റിമം ലെവലിൽ കൊണ്ടുവരണമെന്നൊക്കെ പറഞ്ഞ് കേൾക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. ഇതുവരെ വലിയ മാറ്റമൊന്നും കണ്ടിട്ടില്ല. ഈ 2 കാര്യങ്ങളും ഞാൻ പറയാൻ കാരണം, ഈ സുപ്രീം കോടതി വനിതകളുടെ കാര്യത്തിൽ വളരെ കാര്യക്ഷമമായിട്ട് ഇടപെടുന്നുണ്ട്. പക്ഷേ സുപ്രീം കോടതിയിൽ വനിതാ ജഡ്ജിമാരുടെ അല്ലെങ്കിൽ ഹൈക്കോടതികളിൽ വനിതാ ജഡ്ജിമാരുടെ എണ്ണം എത്രയാണെന്നുള്ള കാര്യം നമ്മളൊന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഒന്ന് പരിശോധിക്കുമ്പോൾ ഈ നമ്മുടെ നീതിന്യായ വകുപ്പിൽ തന്നെ ഒരു വനിതകളോട് വേണ്ടത്ര ആദരവ് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് കോർട്ട് ലക്ഷ്യമൊന്നും ആകില്ല എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ഞാൻ ഈ കാര്യം എടുത്തു പറയട്ടെ. അപ്പോൾ എവിടെയോ ഒരു കുഴപ്പമുണ്ട്. സുപ്രീം കോടതിയും ഹൈക്കോടതികളും നമ്മുടെ ജഡ്ജിമാരെ സെലക്ട് ചെയ്യുന്ന കൊളീജിയവുമൊക്കെ ഈ കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാം എന്ന് സാധാരണക്കാരനായ ഒരു നാഗരികൻ്റെ പക്ഷത്തു നിന്ന് ഞാൻ ഈ ആവശ്യം ഉന്നയിക്കുകയാണ്. ഇനി ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കുകയാണെങ്കിൽ, വനിതകളുടെ പൊതുവേ ഉള്ള ഒരു സുരക്ഷ, ഞാൻ ആ സുരക്ഷയെക്കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ട് ആദ്യം തുടങ്ങട്ടെ. കേരളത്തിലോ അതോ ഇന്ത്യയിലെ മറ്റേത് വലിയ നഗരങ്ങളിലോ, ബോംബെയിലും ഡൽഹിയിലും ഒക്കെ ഒഴിച്ചാൽ ഒരുപക്ഷെ മിക്ക നഗരങ്ങളിലും ഇപ്പോഴും രാത്രി ഒരു 9 മണിക്ക് ശേഷം വനിതകൾക്ക് ഇറങ്ങി നടക്കാൻ സ്വൈര്യതയോടെ നടക്കാൻ സാധിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. സ്റ്റാറ്റിസ്റ്റിക്സിലേക്കൊന്നും കടക്കേണ്ട കാര്യമല്ല, ഇത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇതെങ്ങനെ മാറ്റിയെടുക്കാം? ഇത് പോലീസോ അതുപോലെയുള്ള ഏജൻസീസ് വന്ന് എൻഷുർ ചെയ്യേണ്ട കാര്യമല്ല. നമ്മൾ ഓരോരുത്തരും വിചാരിച്ചാൽ ഇത് നടക്കാവുന്ന കാര്യമുള്ളൂ. ഒരു വനിത ഒറ്റയ്ക്ക് രാത്രി ഇറങ്ങി നടക്കുന്ന കണ്ടാൽ അവരെ ശല്യം ചെയ്യണം എന്നൊരു നിർബന്ധ ബുദ്ധി ചിലർക്കുള്ളതുപോലെ തോന്നുന്നു. അത് ഒരുപക്ഷെ വല്ല അസുഖത്തിൻ്റെയും ഭാഗമായിരിക്കാനാണ് സാധ്യത. ഒന്ന്, ആ അസുഖം ചികിത്സിക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടിയിരിക്കുന്നു ഒരു സമൂഹം എന്ന നിലയ്ക്ക്. രണ്ടാമത്, നമ്മൾ ഓരോരുത്തരും ഇതിൽ ഒരു ആക്റ്റീവ് പങ്കാളിയാകേണ്ടതുണ്ട്. വനിതാ ദിനങ്ങൾ ആചരിച്ചാൽ മാത്രം പോരാ, നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ഇത് പതിയണം എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഈ വനിതാ ദിനത്തിൽ ഒരു വനിതയല്ലാത്ത ഞാൻ ഒരു പുരുഷനെന്നുള്ള നിലയ്ക്ക് ബാക്കിയുള്ള ചുറ്റുമുള്ള പുരുഷന്മാരോടായിട്ടൊരു ആഹ്വാനം, നമുക്ക് ഈ കാര്യത്തിൽ എന്തുകൊണ്ടൊന്ന് ശ്രദ്ധിച്ചുകൂടാ? നമ്മുടെ വനിതകൾ സുരക്ഷിതരായി സ്വൈര്യതയോടെ നമ്മുടെ നാട്ടുമ്പുറങ്ങളിലോ നഗരങ്ങളിലോ ഒക്കെ വിഹരിച്ചോട്ടെ. അതിന് അവരെ അനുവദിക്കുക. ഇതാകട്ടെ ഇത്തവണത്തെ ഈ വനിതാ ദിനത്തെ നമ്മുടെ തീം. നന്ദി, നമസ്കാരം.